ഇപ്പോൾ ഹാഫിസ് കൂടി ചേരുകയാണ്. ഹാഫിസ്, താങ്കൾ വളരെ വിശദമായ ഒരു പരാതിയാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത്. വളരെ വലിയ ഒരു തട്ടിപ്പ് നടക്കുകയാണ്. മനുഷ്യർ ഈ പൈസ നിക്ഷേപിച്ച ആൾക്കാർ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ്. കോൺഗ്രസിന് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവുമില്ല. അവരുടെ ഈ പാലോട് രവിയുടെ എത്രയോ ബന്ധുക്കൾ ഈ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. അവർ ഈ പൈസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് വളരെ സജീവമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? പറഞ്ഞു കേൾക്കുന്നതല്ല, ഇപ്പോൾ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച വെള്ളനാട് ശശി എന്ന് പറയുന്നയാള്, അദ്ദേഹം 40 വർഷത്തോളം KPCC നിർവാഹക സമിതി അംഗമായിരുന്നയാളാണ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രതിരോധം നിൽക്കാത്തതുകൊണ്ട് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗവും KPCC നിർവാഹക സമിതി അംഗത്വം രാജിവെച്ച് CPM-ൽ ചേർന്ന് ബൈ ഇലക്ഷനിൽ അവിടെ 1 വർഷം മുമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗമായി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. CPM-ന്റെ ഒരു സജീവ പ്രവർത്തനത്തിലൂടെ വെള്ളനാട് ശശി മാറാനുള്ള കാരണം ഇത്തരം തട്ടിപ്പുകളാണ്. ആ കാലത്ത് തന്നെ ഈ വെള്ളനാട് ശശി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നായിരുന്നു മുണ്ടേര രാജീവ് ഗാന്ധി വെൽഫെയർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് പാലോട് രവിക്കെതിരെയുള്ള ആരോപണങ്ങൾ. ആ കാലത്ത് കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് പരാതികളോ ആത്മഹത്യകളോ ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് അതങ്ങ് മൂടിപ്പോവുകയാണ് ചെയ്തത്. ഇവിടെ നടക്കുന്നതായിരുന്നു പാലോട് രവിയുടെ സഹോദരന്റെ പുത്രൻ, അനുജന്റെ മകൻ ദിനുകുമാർ. ആ ദിനുകുമാർ 2 കോടി രൂപ ഇതേ സഹകരണ സംഘത്തിൽ നിന്ന് പറ്റിച്ച സംഭവത്തിൽ, കബളിപ്പിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിലെ 4ാം പ്രതിയാണ്. അറസ്റ്റ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം രാജ്യം വിട്ടുപോയിരിക്കുന്നു. അദ്ദേഹം ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ കേസിൽ ആനാട് ശശിക്ക് മുമ്പായിട്ട് ആത്മഹത്യ ചെയ്ത സഹകരണ സംഘം പ്രസിഡന്റായിരുന്ന മുണ്ടേല മോഹനൻ നായർ ഒന്നല്ല 2 സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം BDO ആയിട്ട് പ്രവർത്തിച്ച കാലയളവിൽ രൂപകൽപ്പന ചെയ്ത കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള നെടുമങ്ങാട് ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റാണ്. അവിടെ 7 പേരെ പാലോട് രവിയുടെ ബന്ധുക്കളെ നിയമിച്ചു എന്നുള്ള ആരോപണമാണ് എനിക്ക് സംസാരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന വെള്ളനാട് ശശി പറയുന്നത്. അതുപോലെ തന്നെ ഇതേ സഹകരണ സംഘത്തിൽ ഇപ്പോൾ ആനാട് ശശി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിന് കാരണമായ മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സഹകരണ സംഘത്തിലെ ജീവനക്കാരനായിരുന്നു പാലോട് രവിയുടെ സഹോദരന്റെ മകൻ 2 കോടി രൂപയുമായി മുങ്ങി എന്ന് പരാതിയുള്ളതും തിരുവനന്തപുരത്തെ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നതായ കേസിലെ പ്രതി. അതുപോലെ തന്നെ സഹകരണ നിയമം അനുസരിച്ച് ബാങ്ക് പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ബാങ്ക് ഡയറക്ടർമാരുടെ യാതൊരു ബന്ധുക്കളും ആ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. അത്തരം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന സംഘത്തിലേക്ക് ഡയറക്ടർമാരെ മത്സരിക്കാനും പാടില്ല. ഈ മരണപ്പെട്ടു പോയ വെള്ളനാട് മുണ്ടേല സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് മോഹനൻ നായരുടെ അനിയന്റെ ഭാര്യ രാഗിയായിരുന്നു സെക്രട്ടറി. രാഗി കേസിലെ പ്രതിയാണ്, ഒളിവിലാണ്, ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഒരു സഹകരണ സംഘത്തെ എങ്ങനെ നശിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കാം എന്നുള്ള ഒരു അവസ്ഥ കോൺഗ്രസ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസുകാർ കാരണം ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനത്തെ 5ാമത്തെ സഹകരണ സംഘമാണിത്. KPCCയുടെ സെക്രട്ടറി വയനാട്ടിൽ ആത്മഹത്യ ചെയ്തത് മുതൽ മനോരമയുടെ ലേഖകൻ തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്കിലെ സഹകരണ സംഘത്തിൽ ആത്മഹത്യ ചെയ്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വിഷയങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് സംഭവിച്ച മറ്റൊന്നുമല്ല. സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തും. 5 വർഷം കഴിയുമ്പോൾ ഭരണം കിട്ടും. ആ ഭരണം കിട്ടുമ്പോൾ ഈ 5 വർഷം കൊണ്ടുണ്ടാക്കിയ കള്ളത്തരങ്ങൾ മറയ്ക്കാം, ഈ കള്ളത്തരങ്ങളൊക്കെ മൂടി വെക്കാമെന്ന് വരും. പക്ഷേ തുടർഭരണം ഉണ്ടാകുകയും കോൺഗ്രസ്സുകാർക്ക് വീണ്ടും ഭരണത്തിൽ വന്ന് കൈയിട്ട് വരാൻ അവസരം കിട്ടാതെ വരികയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സഹകരണ കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഹാഫിസ്, ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ബാങ്കായിട്ട് പോലും കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്താകുമായിരുന്നു പൂയിലെന്ന് നമ്മുടെ മാധ്യമങ്ങൾ പിന്നെ ഈ വിഷയം കാണാറേ ഇല്ല. ഇതിപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട് DCC ട്രഷറർ NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മകനെ കൂടി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കൂ, ഒരു DCC ട്രഷറായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അതേപോലെ തന്നെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് തന്നെ 2ഓ 3ഓ ബാങ്കുകളിൽ ഈ പറയുന്നത് പോലെ തട്ടിപ്പ് നടക്കുകയാണ്. കോൺഗ്രസ് പക്ഷേ ഈ കാര്യത്തിൽ ഒന്നും ചലിക്കുന്നതില്ല, അവർക്കൊരനക്കവുമില്ല. അതൊരു ഉണ്ടാകത്തില്ല. കാരണം ഇടതുപക്ഷക്കാരന്റെ കുഞ്ഞമ്മയുടെ മകൻ താമസിക്കുന്നത് വീടിന്റെ അടുത്താണ് ആത്മഹത്യയെങ്കിൽ, അതല്ലെങ്കിൽ CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് അടുത്താണ് സംഭവമെങ്കിൽ അത് വലിയ രീതിയിൽ പൊലിപ്പിച്ച് കാണിക്കുന്ന മനോരമ തങ്ങളുടെ ലേഖകനായി കഴിഞ്ഞ 40 വർഷക്കാലം നെടുമങ്ങാട് പോലെയുള്ള മലയോര പട്ടണത്തിൽ പ്രവർത്തിച്ച ആനാട് ശശിയുടെ
മരണം പോലും ഒരു നിക്ഷേപകന്റെ മരണമായിട്ടാണ് മാധ്യമത്തിൽ തലക്കെട്ട് കൊടുത്തത്. എത്ര ക്രൂരമാണ് ആ കുടുംബത്തോട് മനോരമ കാണിച്ചത്. അതിലേക്ക് മനോരമ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ കോൺഗ്രസ് നൽകിയിരിക്കുന്ന വിശുദ്ധ പശു പരിവേഷം ഇവിടെ തകർന്നു വീഴുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നേതാക്കന്മാർ മാത്രമാണ് പ്രതികരിക്കാത്തത്. ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി സംഘം ഇന്നലെ ഞാനടക്കം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. അവിടെ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു വീട്ടമ്മ അവർ വീട്ടിൽ നിന്ന് വേഷത്തിൽ വന്നിരിക്കുക. കാരണം ഇന്ന് അവർക്ക് ഡയാലിസിസ് ആണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമാണ് അവർക്ക് ഡയാലിസിസിന് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ മറ്റന്നാൾ കല്യാണ നിശ്ചയം വെച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവർ കരയുന്ന പൊട്ടിക്കരച്ചിൽ അവിടെ ഏറ്റുവാങ്ങുന്ന ഒരു കോൺഗ്രസിന്റെ ഒരു സ്റ്റാഫുകൾ പോലും അവിടെ ഇല്ല. ആകെക്കൂടെ ഇപ്പോൾ സർക്കാർ ചുമതല കൊടുത്തിരിക്കുന്ന ഒരു താൽക്കാലിക സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറും കൂടിയായ ഒരു വനിതയും മാത്രമാണ് ഇപ്പോൾ അവിടെ ആ സഹകരണ സംഘത്തിലുള്ളത്. ഇവിടെ ഭയങ്കരമായ രീതിയിലാണ്. കാരണം ഇതിപ്പം ഈ നടക്കുന്ന സംഭവങ്ങൾ ഒരു CPM നിയന്ത്രണത്തിലുള്ള ഈ ഇടതുപക്ഷക്കാരൻ കേരള പ്രസിഡന്റായിരുന്ന ഒരു സഹകരണ സംഘത്തിലാണെങ്കിൽ പോലും മനോരമ എന്താ ചെയ്യുന്നത്, ഓരോരുത്തരുടെയും ഇന്റർവ്യൂ എടുക്കും, 1-ാം തീയതിയിൽ ഫോട്ടോ കൊടുക്കും, സീരിയലായിട്ട് ചെയ്യും. ആ കാര്യം കൈരളിയും ചെയ്യണം, ജനങ്ങളിൽ എത്തിക്കണം. കാരണം കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്ത് കോൺഗ്രസ് സഹകരണ സംഘങ്ങൾ വഴി നടത്തുന്ന ക്രൂരമായ തട്ടിപ്പുകൾ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പണം നിക്ഷേപിച്ചവർ, പെൻഷനായിട്ടുള്ള ആൾക്കാരുണ്ട്, വിദേശത്തുനിന്ന് മടങ്ങി വന്നവരുണ്ട്, വസ്തു വിറ്റ പണം നിക്ഷേപിച്ചവരുണ്ട്. അവർ നിത്യവൃത്തിക്ക് വേണ്ടി കിട്ടുന്ന പലിശയ്ക്ക് വേണ്ടി കൊണ്ടിട്ട നിയമപരമായ ഇൻട്രസ്റ്റിന് വേണ്ടി കൊണ്ടിട്ട ആൾക്കാര് നെഞ്ചത്തിടിച്ച് നിലവിളിക്കുന്ന കാര്യത്തിൽ ഇന്ന് രാവിലെ 10 മണിക്കും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ അവിടെ അടങ്ങിയിരിക്കും. അതല്ലെങ്കിൽ വാർത്ത വരാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കോൺഗ്രസ്സുകാർ ചെയ്യും. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്. അതിനെ അവർക്ക് കടത്തി വെട്ടിക്കൊണ്ടുപോകാൻ മുന്നോട്ട് ആർക്കും പോകാൻ പറ്റില്ല. നമ്മൾ ഈ കാര്യത്തിൽ നിശബ്ദരാക്കിയത് കൈരളി ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ഈ പരാതിക്കാരനും ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടുന്നത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇതിൽ ചെറിയൊരു അഭ്യർത്ഥന. ഞാൻ നൽകിയ പരാതിയെക്കുറിച്ച് പറഞ്ഞാൽ ഈ കാര്യത്തിൽ പാലോട് രവിയുടെ പങ്ക് അന്വേഷിക്കണമെന്നുള്ളതാണ്. പാലോട് രവിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു മരണപ്പെട്ടു പോയ മുൻ BDO കൂടിയായ ഈ മുണ്ടേല മോഹൻ നായർ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പാലോട് രവിയുടെ PAയുടെ ഭാര്യ 7-ാം പ്രതിയാണ് ഈ കാര്യത്തില്. അത് 1 കോടി രൂപ തട്ടിച്ച കേസിലാണ്. എങ്ങനെയാണ് പാലോട് രവിക്ക് ഇത്രമാത്രം പൂത്തുലഞ്ഞ് ഈ 2 സഹകരണ സംഘത്തിലും നിൽക്കാൻ പറ്റിയത്? പാലോട് രവിയുടെ ബിനാമി സംഘം എന്ന് പറയുന്നു. പാലോട് രവി 2 കോടി രൂപ കൊണ്ടുവരുന്ന തെളിവുണ്ട് എന്ന് വെള്ളനാട് ചേച്ചി നിങ്ങളുടെ ചാനലിൽ അല്പം മുമ്പ് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ചോദ്യം പോലും ചെയ്യാതെ വിശുദ്ധ പദവി നൽകി വിട്ടാൽ അത് കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്നൊരു അനീതിയായിരിക്കും. ഈ കാര്യത്തിൽ കേരള പോലീസിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. നീതി കിട്ടുമെന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ഏതായാലുമില്ല. ശ്രീ ഹാഫിസ്, ഈ തട്ടിപ്പിൻ്റെയൊക്കെ പങ്ക് പ്രധാനപ്പെട്ട നേതാക്കളിലേക്കും എത്തിയിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അവരുടെ ഒരു നിശബ്ദത ഓരോ വിഷയങ്ങളിലും, അവർക്ക് ബാക്കി എല്ലാ ലോകത്തുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും വലിയ പ്രതികരണം നടത്തുന്നവർ ഈ തങ്ങളുടെ നേതാക്കന്മാർ ഈ പാവം പിടിച്ച മനുഷ്യരുടെ പണം തട്ടിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ഒരക്ഷരം പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത്, അതായത് ഈ പണത്തിൻ്റെ അംശം പലരിലേക്കും എത്തി എന്നുള്ള സൂചനയാണത്. പ്രിയപ്പെട്ട ഷമി, ഇന്നത്തെ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ചാനലിൽ തന്നെ അല്പം മുമ്പ് സംസാരിച്ച മുൻ KPCC നിർവാഹക സമിതി അംഗം പാലോട് രവി 2 കോടി രൂപ കൊണ്ടുപോയതായി എനിക്കറിയാമെന്ന് നിങ്ങളുടെ ചാനൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി ഇതിനകത്ത് പാലോട് രവിയുടെ പങ്ക് പുറത്തു വരാൻ. ഇതിപ്പോൾ ഇങ്ങനൊരു ആള് ചാനലിൽ പറയേണ്ട, വെറുതെ പെട്ടിക്കടയിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. CPM പ്രവർത്തകനാണെങ്കിൽ ഏത് ഭരണകാലത്തായാലും പോലീസിന് അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനും ജയിലിലടയ്ക്കാനും. ഇപ്പൊ പാലോട് രവിയെ കൊണ്ട് ജയിലിലിടാനൊന്നും അല്ല ഞാൻ പറഞ്ഞു. ഈ കാര്യത്തിൽ പാലോട് രവിയിൽ ഈടാക്കി എന്ന് പറഞ്ഞ് 2 കോടി രൂപ ഈടാക്കി ആ നിക്ഷേപകർക്ക് നൽകണം. പാലോട് രവിക്ക് എന്താണ് ഈ 2 സഹകരണ സംഘങ്ങൾ ഇത്രയും ബന്ധുക്കളെ നിയമിക്കാനുള്ള സ്വാധീനമെന്ന് വ്യക്തമാക്കണം. തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയായ കാര്യം പാലോട് രവി പറയണ്ട. KPCC നേതൃത്വം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഈ ആത്മഹത്യയെ പോലും അറിഞ്ഞില്ലെന്നാ പറഞ്ഞത്. സാധാരണഗതിയിൽ മലയാള മനോരമയുടെ ലേഖകൻ പനി വന്ന് മരിച്ചാൽ പോലും അവിടെ ആ വീട്ടിൽ നിന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇറങ്ങാറില്ലല്ലോ. ഇവിടെ കെട്ടിത്തൂങ്ങി മരിച്ചു ഒരു മനോരമ ലേഖകൻ. അതും അദ്ദേഹം മനോരമ ലേഖകൻ എന്നുള്ള ഉപരി ആനാട് പഞ്ചായത്തിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് 40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ആ മനുഷ്യന്റെ മരണത്തിൽ ഒരു കോൺഗ്രസ് ഈ വിഷയത്തിൽ പരാതിയുമായി AH ഹാഫീസ് പോലീസിൽ പോയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉടൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.